ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു അടിപൊളി ആവിയിൽ വേവിച്ച ഈവനിങ് സ്നാക്കാണ്. കോഴിമുട്ടയും അരിപ്പൊടിയും വെച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുവേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 250 ml ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്ത്, പിന്നെ ഒരു 50 ml, മൊത്തം 300 ml വെള്ളം ഒഴിച്ചു. തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലിടുക. 1/4 സ്പൂൺ ഉപ്പും ഒരല്പം പഞ്ചസാരയും ഒരു 1/4 സ്പൂണ് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 200 ഗ്രാം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കുന്ന പൊടിയാണ്. പിന്നെ അതിലേക്ക് ഒരു 50 ഗ്രാം മൈദ കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾക്കിത് അല്പം കൂടി ഞാൻ ഇതിലേക്ക് പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ഒരു 3/4 സ്പൂൺ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം നമ്മൾ തീ ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ ഇതേമാതിരി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഓയിലും ചേർത്ത് ഫ്ലെയിം ഓഫാക്കി ഒന്ന് അടച്ചു വെക്കണം. ഒരു 15 മിനിറ്റോളം അടച്ചു വയ്ക്കാം. ഇനി വേണ്ട 2 പുഴുങ്ങിയ കോഴിമുട്ടയാണ്. ഒരു പച്ചമുളക് പൊടിയായി കട്ട് ചെയ്തതും, ഒരു വലിയ സവാള പൊടിയായി കട്ട് ചെയ്തതും, ഒരു 7 വെള്ളുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത്. എല്ലാം പൊടിയായി കട്ട് ചെയ്ത് തന്നെ ചേർക്കണം. ഇഞ്ചി വെള്ളി ചതച്ച് ചേർക്കരുത്. അപ്പോൾ നമ്മളെ പൊടി ഇവിടെ ശരിക്കും ഒന്ന് വാടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ പാകമായിരിക്കണം. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഓയിൽ കൂടി ഞാൻ ഇപ്പോൾ കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. നല്ലതുപോലെ ഞാനത് കുഴച്ചു. എന്നിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് കോഴിമുട്ട തോല് കളഞ്ഞ് ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ വലുപ്പത്തിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്യുക. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തു. തീ ലോട്ട് മീഡിയം ഫ്ലെയിം ഇട്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് പൊടിയായി കട്ട് ചെയ്ത സവാള, വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ കോഴിമുട്ട വെച്ച് ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. അത് അല്പം ഉപ്പ് കൂടി ആ മസാലയ്ക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തു. സവാളയൊക്കെ ഒന്ന് ഇതേപോലെ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി പൊടിയായി കട്ട് ചെയ്ത് അതും കൂടി ചേർക്കണം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഇഞ്ചിയും വെള്ളുള്ളിയും പൊടിയായി കട്ട് ചെയ്ത് തന്നെ ചേർക്കുക. അപ്പോഴാണ് അത് കടിക്കാൻ നല്ല രസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അളവിൽ മീറ്റ് മസാല, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ ഈ എല്ലാ പൊടികളും ചേർത്ത് നമ്മൾ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരല്പം വെള്ളം, ആ പൊടികളെല്ലാം സെറ്റായിട്ടൊന്ന് ശരിക്കൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ആ മസാലയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. ഇപ്പോൾ ഇതേപോലെ സെറ്റായി വരുന്ന സമയത്ത് ഒരുപാട് വറ്റിപ്പോകരുത്. അല്പം കൂടി ഞാൻ ഉപ്പ് ചേർത്തു. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ടയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അധികം ഒന്ന് ഇളക്കി പൊടിക്കേണ്ട. ഒരുവിധം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അല്പം മല്ലിയില കൂടി അതിലേക്ക് കട്ട് ചെയ്ത് കൊടുത്ത് അടിപൊളി ഫില്ലിംഗ് ആയി. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറക്കാനൊക്കെ ബെസ്റ്റ് ഐറ്റമാണ്. ആവിയിൽ വേവിച്ചുകൊണ്ട് തന്നെ നല്ല എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റും. ഈ ഒരു പരുവാകുമ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇനി ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തു. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് തടവി കൊടുക്കുക. നെയ്യ് തന്നെ ഒഴിക്കുക. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 1/3 പോർഷൻ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണം. ഒരു വലിയ പോർഷൻ എടുക്കുക, അതിൻ്റെ പകുതി വേറൊരു പോർഷൻ, അങ്ങനെ 2 ഭാഗമാക്കിയിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വലിയ ഭാഗം ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം, നല്ലപോലെ കുഴച്ചിട്ട്. ഇനി അതിലേക്ക് അരിപ്പൊടിയും മൈദയോടും മിക്സ് ചെയ്ത പൊടിയും കൂടി ചേർത്ത് നമ്മൾ അടിഭാഗത്ത് ഇതേപോലെ വിതറി കൊടുത്ത് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പത്തിരിക്കൊക്കെ പരത്തിയെടുക്കുന്ന മാതിരി നല്ലപോലെ പരത്തിയെടുക്കുക. അപ്പോൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി തിന്നായിട്ട് നമ്മൾ വേണം അത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പ്ലേറ്റിൽ കുറച്ചുകൂടി ഒരു വലിപ്പത്തിലാണ് നമ്മളത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതേ വലിപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ആ സൈഡൊക്കെ ഒന്ന് കനം കുറച്ച് പരത്തിയെടുത്തു. ഇനി നമുക്കത് ആ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, പ്ലേറ്റിൽ വെക്കുമ്പോൾ കുറച്ച് ഭാഗം പുറത്തേക്ക് ഇങ്ങനെ കാണും. ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ആ മസാല കൂട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ മസാല കൂട്ടും ഇതേപോലെ നിരത്തി എല്ലാ ഭാഗത്തും എത്തുന്ന മാതിരി നിരത്തി വെച്ച് കൊടുത്തു. ഇനി നമ്മൾക്ക് ആ ചെറിയ പോർഷൻ എടുക്കുക, അതേപോലെ തന്നെ പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പരത്തിയതിനേക്കാൾ ഒന്നുകൂടി കനം കുറച്ച് വേണം അത് പരത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ ആ പ്ലേറ്റിൻ്റെ വട്ടത്തിന് കണക്കാക്കിയിട്ട് ഇത് പരത്തിയെടുക്കുക. ഇതേ വലിപ്പത്തിൽ. ഇനി അതിൻ്റെ മേലെ അത് വെച്ചിട്ട് ആ സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. അപ്പോൾ മലബാർ സൈഡിലൊക്കെ ഇതിനെ ചട്ടിപ്പത്തിരി എന്ന് പറയും. ഫില്ലിങ് ഏത് വേണമെങ്കിലും ചേർത്ത് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. മധുരമായിട്ടോ ചിക്കനായിട്ടോ എന്ത് വേണമെങ്കിലും ചേർത്ത് ഉണ്ടാക്കാം. ആവിയിൽ വേവിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിരിക്കും.
ഇനി കയ്യിലൊരല്പം വെള്ളം തടവിട്ട് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം അതിൽ കാൽഭാഗം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇടത്തട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവി ഇതാ വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഈ പത്തിരി തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കി, അതായത് ഒരുവിധം 3/4 വേവായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഒന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റും കൂടി കഴിഞ്ഞ് ഇതാ നമ്മുടെ ചട്ടിപ്പത്തിരി നല്ല സൂപ്പറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ചൂടാറിയതിന് ശേഷം, ഏകദേശം ചൂടാറിയതിന് ശേഷം ഞാനത് വേറെ പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുത്തു. എന്നിട്ട് കുറച്ചുകൂടി നല്ലപോലെ ചൂടാറാൻ വെക്കുക. എന്നതിന് ശേഷം ഒരു കത്തിയെടുത്ത് ഇതേപോലെ ഒന്ന് അല്പം ഓയിൽ തടവി കൊടുത്തിട്ട് സൈഡൊക്കെ ഇങ്ങനെ വിടുവിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും അതൊന്ന് പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും. ഇതേപോലെ ആ പ്ലേറ്റിലേക്ക് ഇതാ മാറ്റി കൊടുത്തു. അപ്പോൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രമല്ല, ഏത് സമയത്ത് നമുക്കിത് ഈവനിങ് സ്നാക്കിൽ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതാ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊരു 8 പീസായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി പലഹാരം തന്നെയാണ് ഇത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്